പൈനാപ്പിൾ പച്ചടി. നല്ല പഴുത്ത പൈനാപ്പിൾ, അത് ഇവിടെ മുറ്റത്തുണ്ടായതാണ്. അതെടുത്ത് ഒരു പകുതി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് നല്ല ഫ്രഷ് കോക്കനട്ട് തേങ്ങ ചിരകിയതും ഇത്തിരി മുളകുണ്ടായിരുന്നു, നമുക്കുണ്ടായി കൊമ്പൻ മുളക്, നല്ല പത്തരമുളക്, അതും 2 കൂട്ടി കുറച്ച് ജീരകവും അത് അരച്ച് കഴിഞ്ഞ് അതിൻ്റെ കൂടെ അവസാനം ഒരു ശകലം കടുകൂടെ ചേർത്ത് അരച്ചു. അത് അരച്ച് ഒരുമിച്ച് ഈ മിക്സിയിലിട്ട് അടിച്ച പൈനാപ്പിളോട് കൂട്ടി തിളച്ച് കുറച്ച് ഒരു 5-6 തിള വന്നു കഴിയുമ്പോഴത്തേക്ക് അത് പാകാവും. കാരണം നമ്മൾ ഓൾറെഡി അടിച്ചെടുത്തല്ലോ. അത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് നല്ല കട്ടത്തൈര്, കുറച്ച് പുളിയായിട്ട്, അധികം പുളി വേണ്ട, അത് പയ്യെ ചൂടാറി കഴിയുമ്പോൾ കട്ടത്തൈര് അതിനകത്തേക്ക് ഉടച്ച് ചേർത്തു. അവസാനം കുറച്ച് വെളിച്ചെണ്ണയും, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും, പിന്നെ അതിനകത്തേക്ക് കുറച്ച് കരിയാപ്പിലയും കുറച്ച് പത്തരമുളകും ഉണങ്ങിയ മുളകും ഒക്കെ ഇട്ട് കടുക് താളിച്ച് ഒഴിച്ച് പൈനാപ്പിൾ പച്ചടി തയ്യാർ.